ഇവനെ കൊണ്ട് ഞാൻ ഇടക്കിടക്ക് വരും. ശ്വാസം എവിടെ കൊണ്ട് അവിടെ ഞാൻ വരും. ഹായ്, ശ്വാസം എവിടെ വന്നാലേ നിനക്ക് ശ്വാസം കിട്ടുള്ളൂ. പിക്കപ്പ് ലൈൻ സാധനമുണ്ട്. ഞാൻ പണ്ടേ പറയാറുള്ളതാ. പിന്നെ ഇപ്പോഴത്തെ പിള്ളേര് അത് പിക്കപ്പ് ലൈൻ ആയിട്ട് പറഞ്ഞു നടക്കുന്നു. ഇതൊക്കെ സിമ്പിൾ. നമ്മള് കുറച്ച് ദിവസമായി തേങ്ങയായി. ഓക്കെ, സ്വാസിക്ക് വേണ്ടി ഞാൻ ഒരു പിക്കപ്പ് ലൈൻ അടിച്ചു തരാം. അവിടെ ഇത് എന്റെ സ്വന്തം സാധനം. സ്വാസിയുടെ അടുത്ത് ഇരിക്കാം. ഇവിടെ നോക്കിയിട്ട് പിക്കപ്പ് ലൈൻ വരണില്ല. റോഡിലുണ്ട് പോട്ട് ഹോള്, ആകാശത്തുണ്ട് ബ്ലാക്ക് ഹോള്, നീ എന്റെ അമ്മയുടെ കണ്ണിൽ മരുമോള്. ഇതെന്റെ പരിധി. ഇത്ര ഡീസന്റ് ആയിട്ട് ഒരു പിക്കപ്പ് ലൈൻ വേണം. എന്താ എന്റെ മോന്തയുടെ പിക്കപ്പ് ലൈൻ എന്തായിരുന്നു? ആ മോന്ത എന്നുള്ള വാക്കിനേക്കാളും ഡീസൻസി ഉണ്ട് അമ്മയുടെ മരുമോള്. ആ മോന്ത കണ്ടാ പിടിച്ച് തറയാൻ തോന്നുന്നു. മോന്ത എന്നൊക്കെ പറയുന്നത് നമ്മള് പച്ച മലയാളാണെന്നല്ലേ? പച്ച മലയാളം ഒന്നും പറയുന്നില്ല, എങ്കിലും ഒരു നല്ലൊരു വാക്ക്. പക്ഷെ അല്ലല്ല, പക്ഷെ അതായിരുന്നു, അത് കേൾക്കുന്നവരതായിരുന്നു. അല്ല, ഇത് കേൾക്കുന്നവരതായിരുന്നു. പക്ഷെ അമ്മയുടെ മരുമോളെന്ന് പറഞ്ഞപ്പോ അതില് വീഴും. അതിലൊക്കെ എന്താ വേണ്ടേ? ഹോട്ട് ചോക്കോളോ വേണോ? ഹോട്ട് ചോക്കോളോ കൊടുത്തോ? ഞാൻ 2 പരിപാടി മുന്നേ ഒരു ചെറിയ കാപ്പി ചോദിച്ചതാണ്. എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കാപ്പി എന്തെങ്കിലും കാപ്പിയാണോ ചായയാണോ? എനിക്ക് കാപ്പി. കാപ്പി അവിടെ എന്തായാലും എനിക്ക് കാപ്പി. ഇവിടെ ഒരു കാപ്പി ഹോട്ട് ചോക്കോളും പറഞ്ഞിരുന്നു, എത്തിയില്ല. റിയാക്ഷൻ ഇല്ലല്ലോ. കിട്ടും തോന്നുന്നില്ലേ? അപ്പൊ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ ചിലപ്പോ കിട്ടുമായിരിക്കും. തുടങ്ങിയിട്ടല്ലോ, റീസെന്റ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ. പണി പിടിച്ചു വരുന്നുള്ളൂ. ഒരു സാധനം കൂടെ വരട്ടെ. ഇനിയിപ്പോ നമ്മൾ കട്ടക്ക് അല്ലേ? ഓ, അങ്ങനെയാണോ? നമ്മൾ ഒരുമിച്ചാണ് പിക്കപ്പ് ലൈൻ. ഇഷ്ടപ്പെടണ്ടോ? സത്യമുള്ള കാര്യം പറയാലോ. സൈലന്റ് ഡേഞ്ചറിനെ അപമാനിക്കാൻ സമ്മതിക്കുന്നത് സ്റ്റഫ് സാധനം കൊടുക്കാം. നിന്റെ കഴുത്തിൽ എന്താണ് കിടക്കുന്നത്? പുതിയ ട്രെൻഡൊക്കെ ആയിട്ട് വരും. കഴുത്തിലൊരു കുടുക്ക്, അവൾക്ക് അല്ല, കഴുത്തിലൊരു കുടുക്ക്, അവൾ സാരി ഉടുക്ക്. നീ സാരി ഉടുക്ക്, നീ മാറി നിന്ന് പെടുക്ക്. സാരിയെ കൊടുത്തിട്ട് എന്തിനാ പെടുക്കുന്നത്? അതെനിക്ക് ഒരു നല്ലൊരു ചോദ്യമാണ്. പക്ഷെ വേറൊന്നും റൈം വന്നില്ലടാ എനിക്ക്. ഞാൻ പോവാ. എന്റെ മുഖത്തേക്ക് ആരും ഇത്രയും ഇവന്റെ അടുത്ത് പറയാ. കോട്ടയം പോയിട്ടാണോ ഞാൻ എന്നോട് ഇങ്ങനെ ചെയ്തത്? ചെയ്യാം. ക്ലച്ച്, ഒച്ച്, സ്വിച്ച്. ക്ലച്ച്, ഒച്ച്, സ്വിച്ച്. കാറിലുണ്ട് ക്ലച്ച്, വീടിലുണ്ട് ഒച്ച്, നിന്നെ കാണാൻ ഞാൻ ഞെക്കണ സ്വിച്ച്. കൊള്ളത്തില്ല. കാറിലുണ്ട് ക്ലച്ച്, വീടിലുണ്ട് സ്വിച്ച്, നാട്ടിലുണ്ടൊരു ഒച്ച്. നാട്ടിലില്ല ഒച്ച്. എത്ര നാട്ടിലുണ്ട് ഒച്ച്? ഇത് പെണ്ണിനോട് പിക്കപ്പ് ആവും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? വെറുതെ പെണ്ണുങ്ങളെ എനിക്ക് കിട്ടി. കാറിലുണ്ട് ക്ലച്ച്, വീട്ടിലുണ്ട് ഒച്ച്, നീ എന്റെ ടേൺ ഓണിന്റെ സ്വിച്ച്. നശിപ്പിച്ചു. പട്ടച്ചാര അത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാറിലുണ്ട് ഒരു ക്ലച്ച്, വീട്ടിലുണ്ട് ഒരു സ്വിച്ച്, നീ എന്റെ ടേൺ ഓണിന്റെ സ്വിച്ച്. ഇത് ഞാൻ ഉപയോഗിക്കും എവിടെയെങ്കിലും.